അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, ഇന്ന് 30-ാമത്തെ ജുസ് ആണ്, അമ്മ ജുസ്. ഇതിൽ ധാരാളം ചെറിയ സൂറത്തുകളുണ്ട്. ഓരോ സൂറത്തിനെ പറ്റി നമുക്ക് ഒരു വരി വേഗം പറഞ്ഞ് മുമ്പോട്ട് പോകാം. ആദ്യം തന്നെ സൂറത്തുൻ നബ, അമ്മ യതസാഅലുൻ എന്നത് എന്തിനെക്കുറിച്ചാണ് അവർ ചോദിക്കുന്നത്? വലിയൊരു വൃത്താന്തത്തെക്കുറിച്ചാണ്. അപ്പം ഖിയാമത്തിനെക്കുറിച്ച് ചോദ്യമാണെന്ന് പറഞ്ഞ് അതവിടെ നിർത്തി അള്ളാഹുവിൻ്റെ ചില അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയാണ്. അലം നജ്അലിൽ അർള മിഹാദ, ഭൂമി അള്ളാഹു നിങ്ങൾക്കൊരു തൊട്ടിലാക്കി തന്നില്ലേ? സത്യത്തിൽ വേറെ ഗ്രഹങ്ങൾ പോലെ ജീവിക്കാൻ പറ്റാത്തൊരു സ്ഥലമായിരുന്നെങ്കിലോ, മറിച്ച് തൊട്ടിൽ പോലെ ഏറ്റവും സൗകര്യമുള്ള, പല രീതിയിൽ ഇതിനെ വിശദീകരിക്കാം, ജീവിക്കാൻ അല്ലാഹു തആല ഇതിനെ പ്രാപ്തമാക്കി തന്നു എന്നർത്ഥം. അങ്ങനെ കുറേ അനുഗ്രഹങ്ങൾ പറഞ്ഞതിന് ശേഷം ഇന്ന യൗമൽ ഫസ്ലി കാന മീഖാത, തീർച്ചയായിട്ടും ഖിയാമത്ത് നിശ്ചയിക്കപ്പെട്ടതാണ്, അത് ആ സമയത്ത് വരാനുള്ളതാണ് എന്ന് പറഞ്ഞ് അല്ലാഹു തആല ഖിയാമത്തിനെ കുറിച്ച് പറയാണ്. ലാ യതകല്ലമൂന ഇല്ലാ മൻ അദിന ലഹുർ റഹ്മാൻ, അള്ളാഹു അനുവദിച്ചവരല്ലാതെ സംസാരിക്കുകയില്ല. അഥവാ തൗഹീദും ഷിർക്കും തമ്മിലൊരു വ്യത്യാസമാണ്. ആരെത്ര വലിയ സാലിഹാണെങ്കിലും ശരി, അവർക്ക് ശുപാർശ ചെയ്യാൻ അള്ളാഹുവിന് അനുമതി വേണം. അത് സ്വീകരിക്കണോ വേണ്ടേ, അത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ്, അള്ളാഹുവിൻ്റെ ഇഷ്ടമാണ്. അധികാര സ്വരത്തിലുള്ള ഒരു ശുപാർശ ഒരു വ്യക്തിക്കും, ഒരു നബിക്കും, ഒരു മലക്കിനും അള്ളാഹു കൊടുത്തിട്ടില്ല. അപേക്ഷയേ ഉള്ളൂ. അള്ളാഹുവിൻ്റെ ഔദാര്യത്തിലും അള്ളാഹുവിൻ്റെ തീരുമാനത്തിലാണുള്ളത്, അത് വേണോ വേണ്ടേ എന്നുള്ള കാര്യം. അന്ന് മനുഷ്യൻ ഖിയാമത്ത് കണ്ടു കഴിഞ്ഞാൽ ഖേദിക്കും. യാ ലൈതനി കുന്തു തുറാബ, ജനിക്കാതിരുന്നെങ്കിൽ, മണ്ണായിപ്പോയിരുന്നെങ്കിൽ എന്നൊക്കെ പലതും ആഗ്രഹിച്ചു പോകും. അടുത്തത് സൂറത്തുൻ നാസിആത്ത്. ഇതേപോലെ ഒരുപാട് വസ്തുക്കളെ സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു പറയാണ്. ആ പ്രകമ്പനം വന്നു കഴിഞ്ഞാൽ അന്നത്തെ ആ ഖിയാമത്തിൻ്റെ രംഗങ്ങളെക്കുറിച്ച് പറയാണ്. അന്ന് പല ഹൃദയങ്ങളും ഭയന്നാണ് ഉണ്ടാവുക, അവർക്ക് വലിയ നഷ്ടമാണ് സംഭവിച്ചതെന്ന് അവർ മനസ്സിലാക്കും എന്നൊക്കെ പറഞ്ഞ് മൂസാ നബി അലൈഹിസ്സലാമിനെ ഫിർഔൻ്റെ അടുത്തേക്ക് അയച്ച സംഭവം പറഞ്ഞതിന് ശേഷം മനുഷ്യൻ്റെ അവസ്ഥ പറയാണ്. ചില ആളുകൾ ഇച്ഛകളെ പിൻപറ്റിക്കൊണ്ട് ജീവിക്കുന്നു, അവർ വലിയ അപകടത്തിലാണ്, അവർക്ക് നരകമാണ് അവരുടെ സങ്കേതം. എന്നാൽ അള്ളാഹുവിന് മുമ്പിൽ നിൽക്കണം എന്ന് പേടിച്ചുകൊണ്ട് ഇച്ഛകളിൽ നിന്നും ശരീരത്തെ മാറ്റി നിർത്തിയതാരാണോ, അപ്പോൾ അമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവ, സ്വർഗമാണ് അവൻ്റെ സങ്കേതം. പലരും ചോദിക്കുകയാണ് എപ്പോഴായിരിക്കും ഖിയാമത്ത് ഉണ്ടാവുക എന്ന്. നബിയെ, അതിൻ്റെ തീരുമാനം പൂർണ്ണമായിട്ടും അള്ളാഹുവിൻ്റെ അടുത്താണ്. എന്താണെങ്കിലും മരണം അല്ലെങ്കിൽ ഖിയാമത്ത് വന്നു കഴിഞ്ഞാൽ മനുഷ്യൻ ചിന്തിക്കും, കഅന്നഹും യൗമ യറൗനഹ ലം യൽബസു ഇല്ലാ അശിയ്യതൻ ഔ ദുഹാഹ, ഈ ഇഹലോകത്തെ ജീവിതത്തെക്കുറിച്ച് ഒരു രാവിലെ അല്ലെങ്കിൽ ഒരു വൈകുന്നേരം കുറഞ്ഞ സമയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് മനുഷ്യൻ ചിന്തിച്ചു പോകും. അടുത്തത് സൂറത്തു അബസയാണ്. അബസ എന്ന് പറഞ്ഞാൽ മുഖം ചുളിച്ചു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ ചില ഖുറൈശി പ്രമാണിമാരുണ്ടായിരുന്നു. അപ്പോൾ നബിതങ്ങൾക്ക് അവരെങ്ങനെയെങ്കിലും ഹിദായത്ത് കിട്ടണമെന്ന ആഗ്രഹത്തിൽ അവരുടെ പുറകിൽ അങ്ങ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ താല്പര്യം കാണിക്കുകയാണ്. അവരാകട്ടെ വിമുഖത കാണിക്കുന്നു. അതേ സമയത്ത് അന്ധനായ സഹാബി അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പല കാര്യങ്ങളും ചോദിക്കാൻ വേണ്ടി വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഖുറൈശികളോട് അവർ നന്നായി കഴിഞ്ഞാൽ ദീനിന് ഗുണമുണ്ട് എന്നുള്ള ആഗ്രഹം കൊണ്ട് അവരോട് കൂടുതൽ സംസാരിക്കാനും അവരിൽ ശ്രദ്ധിക്കാനും വേണ്ടി ചെറുതായിട്ടൊന്ന് ഇബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹുവിനെ ഒന്ന് ഇഗ്നോർ ചെയ്തു പോയി, ഒന്ന് അവഗണിച്ചു പോയി. അല്ലാഹു തആല പറയാണ്, നബിയെ അബസ വതവല്ല, മുഖം ചുളിച്ച് പിന്തിരിഞ്ഞു കളഞ്ഞു അന്ധൻ വന്നപ്പോൾ. എങ്ങനെ, താങ്കൾക്ക് എങ്ങനെ അറിയാം? ഇദ്ദേഹം നന്നായേക്കാം, ഇദ്ദേഹം അള്ളാഹുലേക്ക് അടുക്കാൻ വേണ്ടി വന്ന ആളാണ്, അതുപോലെ തന്നെ ഇദ്ദേഹം ഉപദേശം സ്വീകരിക്കുന്ന ആളാണ്. എന്നാൽ അഹങ്കാരം കാണിച്ചുകൊണ്ട്, വിമുഖത കാണിച്ചുകൊണ്ട് മാറിയ വ്യക്തി, ഖുറൈശി പ്രമാണിമാർ, അങ്ങ് അവരുടെ കാര്യത്തിൽ വലിയ താല്പര്യം കാണിക്കുന്നു. അവർ നന്നായില്ലെങ്കിൽ താങ്കൾക്ക് എന്താണ് നഷ്ടം? അവർക്ക് നന്നാകാൻ താല്പര്യമില്ല, കേൾക്കാൻ ആഗ്രഹമില്ല, അവരെ താങ്കൾ വലിയ പരിഗണിക്കുകയും നന്നാകാൻ വന്ന, ഉപദേശം സ്വീകരിക്കാൻ വന്ന വ്യക്തിയോട് താങ്കൾ വിമുഖത കാണിക്കുകയുമാണോ? ഇത് വലിയൊരു സംഗതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്വാഭാവികമായ രീതിയിൽ ഉണ്ടായതാണ്. പക്ഷേ അല്ലാഹു തആല ദീനിൽ അതിനെ ഗുണദോഷിച്ചു. ഇബ്നു ഉമ്മി മക്തൂമിനാണ് താങ്കൾ പ്രാധാന്യം കൊടുക്കുന്നത്. അദ്ദേഹം അന്ധനായിരിക്കാം, സമൂഹത്തിൽ വലിയ ഒരു പ്രമാണി അല്ലാതിരിക്കാം, അദ്ദേഹം നന്നാകാൻ ആഗ്രഹിച്ച് ഇങ്ങോട്ട് വന്ന വ്യക്തിയാണ്. ഇവരാകട്ടെ വിമുഖത കാണിച്ച് അവഗണിച്ച് കളയാണ്. അവരുടെ പുറകിലല്ല അങ്ങ് ശ്രദ്ധിക്കേണ്ടതെന്ന് അല്ലാഹു തആല ഓർമ്മപ്പെടുത്താണ്. അപ്പോൾ ഇത് നമുക്ക് പല സ്ഥലങ്ങളിലും ദീനിൽ പോലും വരാറുണ്ട്. നമ്മളുടെ ഭാഗത്ത് നിന്ന് വരുന്നതിന് വിധങ്ങൾ ഉണ്ടായതുപോലെയല്ല, പലപ്പോഴും മാനുഷിക ചാബല്യങ്ങൾ കൊണ്ട് പ്രമാണിമാർക്ക് വേണ്ടാത്ത പ്രാധാന്യം കൊടുക്കുക, നല്ല ദീനുള്ള സാധുക്കളായ ആളുകൾ അവഗണിക്കാം. ഒരിക്കലും പാടില്ല ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. ശേഷം അല്ലാഹു തആല ഖിയാമത്തിൽ യൗമ യഫിറുൽ മർഉ മിൻ ഓരോ മനുഷ്യൻ അവരുടെ സഹോദരങ്ങൾ, അതുപോലെ തന്നെ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി, സഹോദരങ്ങൾ, ഉമ്മ, ഉപ്പ, ഭാര്യ, മക്കൾ, ഇവരൊക്കെ വിട്ട് ഓടിക്കളയും. ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളാണ്. പക്ഷേ പരലോകത്തെ ഭയാനകമായ അവസ്ഥ കാരണം ആർക്കും ആരെയും ശ്രദ്ധിക്കാൻ കഴിയില്ല. നഫ്സി നഫ്സി എന്നൊരവസ്ഥയായിരിക്കും. ശേഷം ഖിയാമത്ത് സംഭവിക്കുമ്പോൾ രംഗങ്ങൾ വിവരിക്കുന്ന 2 സൂറത്തുകൾ കാണാം. ഇദശംസു കുവ്വിറത്ത്,
അതുപോലെ തന്നെ ഇദസ്സമാഉ ഫതറത്ത്, നക്ഷത്രങ്ങളുടെ നിര തെറ്റിപ്പോകുന്നതും അത് ഉതിർന്ന് വീഴുന്നതും വളരെ വിലപിടിപ്പുള്ള വൈദൽ ഇഷാർ ഉൽത്തിലത്ത്, വിലപിടിപ്പുള്ള വസ്തുക്കൾ, നാൽക്കാലികൾ, അതിനെയൊക്കെ മനുഷ്യൻ ഇങ്ങനെ വിട്ടിട്ട് പോകാണ്. കടലുകൾക്ക് തീ പിടിക്കുകയാണ്. അന്ന് കുഴിച്ചുമൂടപ്പെട്ട പെൺകുട്ടികളോട് ചോദിക്കപ്പെടും, എന്ത് തെറ്റിൻ്റെ പേരിലാണ് മകളെ നിന്നെ കുഴിച്ചുമൂടപ്പെട്ടതെന്ന്. അറബികളുടെ മനസ്സിനെ ഉലച്ചു കളഞ്ഞ ആയത്താണിത്. അവർ ദുരഭിമാനം കാരണം എന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ചതിന് ശേഷം ഉണ്ടാകുന്ന പ്രയാസങ്ങൾ ഭർത്താവിൻ്റെ വീട്ടിലെ സമ്പത്തായിട്ട് മാറും, പഞ്ചപുച്ഛം അടക്കി നിൽക്കേണ്ടി വരും. എന്തിന് ആ നിന്ദ്യതയുടെ ദിനം കാണണം? ഇങ്ങനെയുള്ള പല സൈക്കോളജിയാണ് അവിടെ വർക്കൗട്ടായത്. അപ്പം ക്രൂരമായിട്ട് അവർക്ക് തന്നെ നാളെ ഒരു ഭാഗ്യക്കേടിൻ്റെ ദിവസം കാണാതിരിക്കാൻ വേണ്ടി പെൺകുട്ടികളെ കുഴിച്ചു മൂടിയിരുന്നു. അവരോട് പറയാണ്, ഈ പെൺകുട്ടിയോട് നാളെ ചോദിക്കപ്പെടും, മോളെ നിൻ്റെ തെറ്റെന്താണെന്ന്. അത് കേട്ടതോടുകൂടി അവർക്ക് വലിയ മാറ്റം സംഭവിക്കുകയാണ്. ഇതേപോലെ ഇത് ഷംസു കുബിറത്ത്, ഇത് സമാഉ ഫതറത്ത്, ഖിയാമത്തിൻ്റെ രംഗങ്ങൾ വിവരിക്കുന്ന സൂറത്താണ്. രണ്ടിലും രണ്ട് തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നു, അതിന് കണക്കായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നു. നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുന്നതിനെക്കുറിച്ച് പറയുമ്പം ഈ അതിനെ നിരനിരയായിട്ട് എന്തുകൊണ്ട് അതായത് നക്ഷത്രങ്ങൾ നിരനിരയായി നിൽക്കുന്നത് കൊണ്ട് കവാക്കിബ് എന്ന് പറയുന്നത്, വെളിച്ചമുള്ളത് കൊണ്ടാണ് നജും എന്ന് പറയുന്നത്. രണ്ടും അതിൻ്റെ പര്യായ പദങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അർത്ഥത്തിൽ ധാതുവിൽ ആ അർത്ഥം കിട്ടാനുള്ള ഒരു കാരണമുണ്ട്. കൗക്കബ് എന്ന് പേര് വരാൻ കാരണം നിരനിരയായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ്. നജും എന്ന് പേര് വരാൻ കാരണം വെളിച്ചമുള്ളത് കൊണ്ടാണ്. അപ്പം വെളിച്ചമില്ലാതായി പോകുമെന്ന് പറയുമ്പോൾ അല്ലാഹു തആല നജും എന്ന് പറയുകയും ഉതിർന്ന് വീഴുന്ന കാര്യം പറയുമ്പോൾ കൗക്കബ് എന്ന് പറയുകയും അങ്ങനെ ആ ഭാഷയിലുള്ള അപാരമായ ആ ചെറിയ സംഗതി പോലും അല്ലാഹു തആല അവിടെ പരിഗണിക്കുകയാണ്. അന്ന് മനുഷ്യൻ തിരിച്ചറിയും എന്ത് ചെയ്തു, എന്ത് ചെയ്യാതെ വിട്ടു. അലിമത്ത് നഫ്സും മാ ഖദ്ദമത് വ അഖറത്ത്, എന്തൊക്കെ ചെയ്തു, പിന്നെ ചെയ്യാമെന്നുണ്ട് എന്തൊക്കെ മുടങ്ങിപ്പോയി എന്നൊക്കെ മനുഷ്യൻ ആലോചിക്കും. കുറച്ചും കൂടി ഓതിയാൽ മതിയായിരുന്നു, കുറച്ചും കൂടി നന്നായിട്ട് പഠിച്ചാൽ മതിയായിരുന്നു, ഒരു 2 റക്അത്തും കൂടെ നമസ്കരിക്കാമായിരുന്നു എന്നൊക്കെ മനുഷ്യൻ ആഗ്രഹിച്ചു പോകും. മനുഷ്യ, ഇത്ര ഔദാര്യമുള്ള റബ്ബിനെ കിട്ടിയിട്ട് നീ എങ്ങനെ തെറ്റിപ്പോയി? മാ യാ അയ്യുഹൽ ഇൻസാനു മാ ഗറക ബി റബ്ബിക്കൽ കരീം. അടുത്തത് വൈലുൽ ലിൽ മുത്തഫിഫീൻ ആണ്. മുത്തഫിഫീൻ എന്ന് പറഞ്ഞാൽ അതായത് ആളുകൾ അങ്ങോട്ട് കൊടുക്കുമ്പം അതിനെ കണക്കൊക്കെ നോക്കിയിട്ട് പലതും കുറച്ച് കൊടുക്കും, ഇങ്ങോട്ട് വാങ്ങുമ്പോൾ എല്ലാം അളന്ന് തൂക്കി വാങ്ങുകയും ചെയ്യും. അതാണ് വൈലുൽ ലിൽ മുത്തഫിഫീൻ. എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ അവർ അളന്ന് തൂക്കി ഫുള്ളായിട്ട് വാങ്ങും, കൊടുക്കാനുണ്ടെങ്കിലോ എന്തെങ്കിലുമൊക്കെ കുറച്ച് കൊടുക്കും. ഇത് പലപ്പോഴും സംഭവിച്ചു പോകുന്നൊരു കാര്യമാണ്. നമ്മൾ ഇങ്ങോട്ട് കിട്ടാനുള്ളത് സമയത്ത് വാങ്ങിയിട്ടുണ്ടാകും, അങ്ങോട്ട് ഡെലിവറി ചെയ്യാനുള്ളത് കൃത്യമായ അളവിൽ കൃത്യമായ സമയത്ത് ചെയ്തിട്ടുണ്ടാവില്ല. അല്ലാഹു തആല പുറത്തുവരുമാറാകട്ടെ. ശേഷം അല്ലാഹു അറിയിക്കുന്നൊരു സംഗതിയാണ്, തെറ്റുകൾ കാരണം അവരുടെ ഹൃദയങ്ങൾക്ക് കറ വന്നിരിക്കുന്നു. ഇതിപ്പോൾ കറ വന്ന് അവസാനം ബാത്റൂമിൽ ഉപയോഗിക്കുന്ന കൂജ പോലെ വൃത്തിയാക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കമിഴ്ത്തി വെച്ച അവസ്ഥയിൽ, ഞാനിത് വെറുതെ പറയുന്നതല്ല, കൽഖൂസി മുജഹിയൻ, ഈ അഴുക്ക് പുരണ്ട പാത്രങ്ങൾ കമിഴ്ത്തി വെച്ചതുപോലെ ആയിപ്പോകും ഹൃദയത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഇടവേളകൾ വന്നു പോകാതെ, കുറേ സമയം ഗഫലത്തിൽ കഴിയാതെ, കൃത്യം സമയം തീരുമാനിച്ച് ഉടനെ തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ ചെയ്ത് മനസ്സിനെ വളരെ മയമായ അവസ്ഥയിൽ നിലനിർത്തണം. അല്ലെങ്കിൽ കറ വീണ് മൂടിപ്പോകും. കല്ലാബൽ റാന അല ഖുലൂബിഹിം മാ കാനു യക്സിബൂൻ. നിഷേധികൾ നാളെ അള്ളാഹുവിൽ നിന്നും തടയപ്പെടും, അവർക്ക് മറയിടും. എന്ന് പറഞ്ഞാൽ നല്ല ആളുകൾക്ക് അള്ളാഹുവിനെ കാണാൻ സാധിക്കുമെന്നർത്ഥം. ഇന്നഹും അറബ്ബിഹിം യൗമ ഇദിൻ ലമഹ്ജൂബുൻ. പിന്നെ സ്വർഗ്ഗവാസികളുടെ അവസ്ഥ പറയുമ്പോൾ അതിൽ കാണാം, തഅരിഫു ഫി വുജൂഹിഹിം നളറത്തൻ നഈം, അവരുടെ മുഖങ്ങളിൽ ആഡംബര ജീവിതത്തിൻ്റെ പ്രസരിപ്പുണ്ടാകും. അപ്പോൾ ഇപ്പോഴും ആഡംബര ജീവിതത്തിൻ്റെ പ്രസരിപ്പ് അവരുടെ മുഖത്തുണ്ടാകുമെന്ന് പറഞ്ഞാൽ ആളുകളുടെ മുഖം കണ്ടാൽ അറിയാം, കാത്തേ പീത്തേ ഗർ കാഹേ, നല്ല സൗകര്യങ്ങളുള്ള വീട്ടിലുള്ള വന്ന ആളാണ്. അപ്പോൾ അത് ആ മുഖത്തതിൻ്റെ പ്രസരിപ്പുണ്ടാകും. ആ കാര്യം അല്ലാഹു തആല സ്വർഗ്ഗവാസികളെക്കുറിച്ച് പറയാണ്. പിന്നെ നരകത്തിലുള്ള ആളുകൾ അല്ലെങ്കിൽ വഴിതെറ്റിപ്പോയവർ, അവർ ഇഹലോകത്ത് വെച്ച് ഈ നല്ല ആളുകളെ പരിഹസിച്ചിരുന്നു. ഇവരൊക്കെ എന്താ ഇങ്ങനെ നടക്കുന്നത്, ഇവരൊക്കെ ഇങ്ങനെ വെറുതെ നടന്നാൽ മതിയോ എന്നൊക്കെ പറയുകയും ചിരിക്കുകയൊക്കെ ചെയ്തിരുന്നു. എന്നാൽ ഇന്നത്തെ ദിവസം ഫല്യവുമല്ലദീന ആമനു മിനൽ കുഫാരി യദ്ഹഖൂൻ, ഇന്ന് തിരിച്ച് ചിരിക്കുന്ന ദിവസമാണ്. നിങ്ങളുടെ അവസ്ഥ വല്ലാത്തൊരവസ്ഥയാണ്. കുടിക്കാൻ വെള്ളമില്ല, കഴിക്കാൻ ഭക്ഷണമില്ല, എന്തിനെ നിഷേധിച്ചു, അനുസരിച്ചാൽ പോരായിരുന്നോ എന്ന് മുഅ്മിനീങ്ങൾ ചാരു കസേരകളിലിരുന്ന് അലൽ അറായികി യൻദുറൂൻ, ചാരു കസേരകളിലിരുന്ന് ഇങ്ങനെ ചോദിക്കുന്ന ദിവസമാണ്. ഇത് സമാഉൻ ഷഖത്ത്, ഇതിലും ഖിയാമത്തിനെ കുറിച്ചുള്ള വിവരണമാണ്. അതിൽ കാണാം, വലത് കയ്യിൽ ഗ്രന്ഥം കിട്ടുന്നവർക്ക് ലഘുവായ ഹിസാബായിരിക്കും. ലഘുവായ ഹിസാബ് എന്ന് പറഞ്ഞാൽ ചില സെലിബ്രിറ്റികളൊക്കെ എയർപോർട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് അവർക്കും വേണം പാസ്പോർട്ട്, അവർക്കും നിയമമൊക്കെ ബാധകമാണ്. പക്ഷേ പേരിനാ ചെക്കിങ്ങുള്ളൂ, പേരിനുള്ള ചെക്കിംഗ് ആണ്, വെറുതെ കടത്തിവിടാണ്. ഇതേപോലെ ചില ആളുകളുടെ ഹിസാബ് ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറ, ജസ്റ്റ് ഒരു കാണിക്കലാണ്. ആരോടെങ്കിലും എണ്ണി ചോദിച്ചാൽ അവൻ പെട്ടത് തന്നെ ആയിഷ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഫഇന്നഹു മൻ നൂഖിഷൽ ഹിസാബ യാ ആയിഷതു ഹലക്, ജസ്റ്റ് കാണിച്ച് വിടുകയാണ്. വിചാരണ വെച്ചാൽ വിചാരണയുണ്ട്, പക്ഷേ അത്
പറയത്തക്ക ഒന്നുമില്ല, ഒന്ന് വെറുതെ കണ്ടു അത് പോയി, ഒന്നും ചോദിച്ചില്ല. അങ്ങനത്തെ ഒരു ഹിസാബുണ്ട്. വസ്സമ ഇദാത്തിൽ ബുറൂജ്, അതിൽ അല്ലാഹു തആല മുൻകഴിഞ്ഞ സമുദായത്തിൽ വിശ്വാസികളാണ് എന്നതിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെട്ട ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദ് അന്നാരി ദാത്തിൽ വഖൂദ്, അങ്ങനെ ഒരുപാട് സമൂഹങ്ങൾ, അവരോട് ജനങ്ങൾ പ്രതികാരം ചെയ്തത് അവർക്ക് ഈമാനുണ്ട് എന്നതിൻ്റെ പേരിൽ മാത്രമാണ്. അല്ലാഹു തആല സ്വീകരിക്കുന്ന ഉയർന്ന തരത്തിലുള്ള രക്തസാക്ഷികളാണ് അവർ. ശേഷം സൂറത്ത് താരിഖിൽ അല്ലാഹു പറയാണ്, മനുഷ്യൻ എന്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടത് നോക്കുന്നില്ലേ? തെറിച്ച് വീഴുന്ന ഒരു തുള്ളി വെള്ളത്തിൽ നിന്നും തെറിച്ച് വീഴുന്നൊരു ദ്രാവകം, അത് മനുഷ്യൻ്റെ സുൽബി വത്തറായിബ്, അതിൻ്റെ ഉത്ഭവ സ്ഥാനത്തെക്കുറിച്ച് വിവരിക്കുകയാണ്. അങ്ങനെ അവിടെ നിന്ന് വരുന്ന തെറിച്ച് വീഴുന്ന ഒരു ദ്രാവകത്തിൽ നിന്നാണ് മനുഷ്യൻ്റെ സൃഷ്ടിപ്പ്. സ്വർണ്ണക്കട്ടിയിൽ നിന്നൊന്നല്ല, വലിയ മുന്തിയ സംഗതിയിൽ നിന്നല്ല, ആളുകൾ വെറുക്കുന്ന ഒരു തരം ദ്രാവകത്തിൽ നിന്നാണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചതെന്ന് മനസ്സിലാക്കുന്നില്ലേ? തീർച്ചയായിട്ടും ഇത് അന്തിമ തീരുമാനത്തിൻ്റെ വാക്കാണ്. ഇന്നഹു ലഖൗലുൻ ഫസ്ൽ വമാ ഹുവ ബിൽ ഹസിൽ. ഈ ഖിയാമത്ത്, സ്വർഗം, നരകം, ഇത് തമാശക്ക് പറയുന്നതല്ല. സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല എന്ന സൂറത്തിൽ അല്ലാഹു തആല അല്ലാഹുവിനെ വർണ്ണിക്കാൻ, നല്ല രീതിയിൽ തസ്ബീഹ് ചെയ്യാൻ ആവശ്യപ്പെടുകയാണ്. അങ്ങനെ അല്ലാഹുവിനെ ഓർത്ത് നമസ്കാരത്തിലേക്ക് തിരിയുന്നവർ വിജയിച്ചിരിക്കുന്നു. പക്ഷേ നിങ്ങൾ ദുനിയാവിന് മുൻതൂക്കം കൊടുക്കുകയും ആഖിറത്തെ മറന്നു കളയുകയും ചെയ്യുന്നു. ബൽ തുഅ്സിറൂനൽ ഹയാത്ത ദുനിയ വൽ ആഖിറത്തു ഖൈറു വഅബ്ഖ. നിങ്ങൾ വസ്തുക്കളെല്ലാം ഒരുമിച്ച് കൂട്ടേണ്ടത്. കുറേ ഡ്രസ്സ്, കുറേ വാച്ചിൻ്റെ കളക്ഷൻ, ഇതെല്ലാം വേണ്ടത് ഇത് ആർക്കാണ്? മണ്ണായി പോകാനുള്ളതാണ്. നിങ്ങളുടെ കയ്യിൽ വേണ്ടത് കുറേ റക്അത്ത് നമസ്കാരമാണ്. ഇതാണ് നാളത്തെ കറൻസി, ഇതാണ് നാളത്തെ വസ്തു, ഇതാണ് ശേഖരിക്കേണ്ടത്. ബാക്കി മണ്ണായി പോകാനുള്ളതാണ്. ഹൽ അതാക ഹദീസുൽ ഗാശിയ എന്ന സൂറത്തിൽ കാണാം, കുറേ മുഖങ്ങളെന്ന് പേടിച്ചിട്ടുണ്ടാകും. കഷ്ടപ്പെട്ട് നരകത്തിൽ പോയവർ, അതായത് എന്തൊക്കെയോ ചെയ്തു കൂട്ടിയിട്ടുണ്ട്, പക്ഷെ ചെയ്തത് മുഴുവനും ഏതോ ദേവീദേവന്മാർക്കായിപ്പോയി. ശബരിമലയിലേക്ക് നടന്നു പോകുന്നവരൊക്കെ ഇല്ല, അവരുടെയൊക്കെ അവസ്ഥ ആലോചിച്ചൊക്കെ എത്ര ആത്മാർത്ഥരാണ് അവരതിൽ വിശ്വസിക്കുന്നത്. പക്ഷേ ആ വിശ്വാസം അവർക്ക് നാളെ ഉപകാരപ്പെടാൻ പോകുന്നില്ല എന്നുള്ളൊരവസ്ഥ. ആമിലത്തുൻ നാസിബ, കഷ്ടപ്പെട്ട് ജീവിച്ച പ്രവർത്തിച്ച ആളുകൾ, അവരുടെ മുഖങ്ങൾ പേടിച്ചാണുള്ളത്. കത്തിയാളുന്ന നരകത്തിലേക്ക് അവരെത്തുന്നതാണ്. അല്ലാഹു തആല അവർക്കൊക്കെ ഹിദായത്ത് കൊടുക്കട്ടെ. പിന്നെ സ്വർഗ്ഗത്തെക്കുറിച്ചുള്ള അനുഗ്രഹങ്ങൾ പറയുകയും ചിന്തിക്കാൻ പ്രേരിപ്പിക്കാൻ. അഫലാ യൻദുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത്, ഒട്ടകത്തെ എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു എന്നവർ കാണുന്നില്ലേ? ഭൂമി എങ്ങനെ പരത്തി നിർത്തിയെന്നവർ കാണുന്നില്ലേ? അതായത് നമ്മുടെ നോട്ടത്തിൽ ഭൂമി പരന്നിട്ടാണുള്ളത്, നമുക്ക് വേണ്ടി അതിനെ പരത്തി തന്നത്. അതുകൊണ്ട് നബിയെ താങ്കൾ ഉപദേശിക്കണം, താങ്കൾ ആധിപത്യം സ്ഥാപിക്കേണ്ടതില്ല, മറിച്ച് ജനങ്ങളെ ഉപദേശിക്കാൻ പറയാണ്. അപ്പം ചില ഇമാമുകൾ ചില ആളുകൾ ഇതിൻ്റെ വിശദീകരണത്തിൽ പറയുന്നത് കാണാം, ഒട്ടകം, ആകാശം, പർവ്വതം, ഭൂമി എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കാൻ പറയുമ്പം ഈ പറയുന്ന വസ്തുക്കളിലൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ പല ഗുണപാഠങ്ങളുണ്ട്. ഒട്ടകത്തിൻ്റെ ആ ഒരു സ്ഥൈര്യവും ക്ഷമയും, ആകാശത്തിൻ്റെ വിശാലതയും, പർവ്വതത്തിൻ്റെ ഉറപ്പും, ഭൂമിയുടെ ആ ഒരു ഗുണങ്ങളും ഒക്കെ നമ്മൾ ചിന്തിച്ചിട്ട് നമ്മളോട് പറയണം ജനങ്ങൾക്ക് ഉപദേശം കൊടുക്കാൻ. അപ്പോൾ ഈ വസ്തുക്കളുടെ ഗുണങ്ങളൊക്കെ നമ്മളും ഉൾക്കൊള്ളണം എന്ന് അതിൽ നിന്നൊരു പോയിൻ്റ് ചില ആളുകൾ പറയാറുണ്ട്. അല്ലാഹു ആലം. ശേഷം സൂറത്തുൽ ഫജ്റാണ്. സൂറത്തുൽ ഫജ്റിൽ അല്ലാഹു തആല പറയാണ്, മനുഷ്യൻ്റെ നന്ദികെട്ട കുറേ സമുദായങ്ങളെപ്പറ്റി പറഞ്ഞതിന് ശേഷം ഫിർഔൻ, ആണിയടിച്ച് ജനങ്ങളെ ശിക്ഷിച്ചിരുന്ന ഫിർഔൻ, അതുപോലെ തന്നെ പാറകൾ തുറന്ന് വീടുണ്ടാക്കിയിരുന്ന സമൂദ്, അതികായന്മാരായ ആദ്, അവരൊക്കെ നന്ദികേട് കാരണം നഷ്ടപ്പെട്ടു പോയത് കാണുന്നില്ലേ? എന്നിട്ടും മനുഷ്യൻ എന്താണ് യത്തീമിനെ ആദരിക്കാത്തത്? ഭക്ഷണം നൽകാൻ പരസ്പരം പ്രേരിപ്പിക്കാത്തത് എന്താണ്? അനന്തര സ്വത്തിനെ അന്യായമായിട്ട് തിന്നുകയും സമ്പത്തിനെ വളരെ കൂടുതൽ സ്നേഹിക്കുകയും ചെയ്യുന്നു. നാളൊരു ദിവസം വരുമ്പം അന്ന് ആലോചിക്കും, ഈ ദിവസത്തിന് വേണ്ടി ഒരുങ്ങിയാൽ മതിയായിരുന്നു. അവിടെ എത്തിയിട്ട് ആലോചിച്ചിട്ട് എന്ത് കാര്യം? ശേഷം സൂറത്തുൽ ബലദാണ്. മനുഷ്യൻ അവൻ്റെ കടമ്പ വിട്ടുകടന്നിട്ടില്ല. അവൻ്റെ കടമ്പ എന്താണെന്നറിയാമോ? അടിമകളുടെ മോചനമാണ്. കടുത്ത പ്രയാസത്തിൻ്റെ ദിവസത്തിൽ ബന്ധത്തിലുള്ള യതീമിനും മണ്ണ് പറ്റിക്കിടക്കുന്ന മിസ്കീനും ആഹാരം കൊടുക്കലാണ്. ശേഷം വശംസി വളുഹാഹ, കുറേ വസ്തുക്കളെ വെച്ച് സത്യം ചെയ്തതിന് ശേഷം അല്ലാഹു പറയാണ്, മനസ്സ് വലിയൊരു ലോകമാണ്, അതിനതിൻ്റേതായ നന്മകളും തിന്മകളും അല്ലാഹു പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. മനസ്സിനെ സംസ്കരിച്ചവർ വിജയിച്ചിരിക്കുന്നു, അതിനെ അവമതിച്ചവർ പരാജയപ്പെട്ടിരിക്കുന്നു. ശേഷം സൂറത്തുൽ ലൈൽ, രാത്രിയെ തന്നെ സത്യം അത് പകലിനെ മൂടുമ്പോൾ, പകലിനെ തന്നെ സത്യം അത് വെളിവാകുമ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ച ഘടനയെ തന്നെ സത്യം, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ വിഭിന്നമാണ്. ഒരു ഭാഗത്ത് നന്ദിയുള്ള അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ളവർ, മറുഭാഗത്ത് കടുത്ത നന്ദികെട്ട നിഷേധിയായ അബൂജഹലിനെ പോലുള്ളവർ. ആ രണ്ട് തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വിവരിച്ചുകൊണ്ട് കൃത്യമായി അബൂബക്കർ തന്നെ സൂചിപ്പിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ പറയാണ്. അദ്ദേഹം ഒരുപാട് ഉപകാരങ്ങൾ ചെയ്യുന്നു, ഒരു പ്രത്യുപകാരം പോലും അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. ബിലാൽ റളിയല്ലാഹു അൻഹു മോചിപ്പിച്ചു, എത്രയോ പേരെ മോചിപ്പിച്ചു. തിരിച്ചൊരു ബഹുമാനം പോലും അദ്ദേഹം അതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. അദ്ദേഹത്തിന് അള്ളാഹു നൽകും, അദ്ദേഹം അന്ന് തൃപ്തിപ്പെടുകയും ചെയ്യും.
അപ്പോൾ ഇതിൻ്റെ തുടക്കത്തിൽ ഈ സത്യം ചെയ്ത് പറയുമ്പം ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ച ഘടനയെ തന്നെ സത്യം, തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ വിഭിന്നമാണെന്ന് പറയുമ്പം ആണിൻ്റെയും പെണ്ണിൻ്റെയും ഘടന ആകാശവും വ്യത്യാസമുണ്ടെന്നും അവരുടെ പ്രവർത്തന മേഖലകൾ തമ്മിൽ പല വ്യത്യാസങ്ങളുണ്ടെന്നുമുള്ള സൂചന ആ സത്യം ചെയ്തതിലുണ്ട്. ഇന്ന് ലോകത്ത് ഒരുപാട് ശ്രമങ്ങൾ നടന്നു ജെൻഡർ പൊളിറ്റിക്സിന് വേണ്ടി. ആണ് പെണ്ണ് എന്നുള്ള സ്വത്വം അത് ബയോളജിക്കലല്ല, അത് സോഷ്യലാണ്, ആളുകൾ പറഞ്ഞുണ്ടാക്കുന്നതാണെന്നൊക്കെ പറയാൻ വേണ്ടി ശ്രമിച്ച് ലിംഗമാറ്റ ശസ്ത്രക്രിയയും ഒക്കെ ശ്രമിച്ച അവസാനം എല്ലാം 8 നിലയിൽ പരാജയപ്പെടുകയാണ്. ആണും പെണ്ണും തീർത്തും വ്യത്യസ്തമായിട്ടുള്ള 2 സ്വത്വങ്ങളാണ്. അത് രണ്ടും ചേരുമ്പോഴാണ് അത് പൂരകമായി വരുന്നത്. പരസ്പരം എതിർക്കാനുള്ളതല്ല, മറിച്ച് പരസ്പരം പൂരകങ്ങളായി നിൽക്കാനുള്ളതാണ്. രണ്ടും രണ്ടാണ്, 2 എതിർ ധ്രുവത്തിലാണെന്നുള്ളതാണ് അതിൻ്റെ സൗന്ദര്യം. സൂറത്തുൽ ളുഹ ശേഷം അലം നഷറ. സൂറത്തുൽ ളുഹയിൽ നബിയെ അങ്ങ് യതീമായിരുന്നു, അള്ളാഹു അങ്ങേക്ക് സൗകര്യങ്ങൾ ചെയ്തു തന്നു, അതുകൊണ്ട് ഒരു യതീമിനെയും അടിച്ചമർത്തരുത്, ഒരു ചോദിച്ചു വരുന്ന ആളെയും വിരട്ടിക്കളയരുത്, അള്ളാഹുവിൻ്റെ നിഅമത്തിനെ കുറിച്ച് പറയണം എന്ന് പറയാണ്. അലം നഷറ, അള്ളാഹു റസൂലിന് നൽകിയ വലിയ നിഅമത്തുകൾ, അള്ളാഹു റസൂലിൻ്റെ നാമത്തെ ലോകത്ത് ഉയർത്തിയിരിക്കുന്നു ബാങ്കിലൂടെ മറ്റും. എന്ത് പ്രയാസം വന്നാലും ശേഷം നിങ്ങൾക്ക് അള്ളാഹു സാവകാശം ചെയ്തു തരും, പ്രയാസങ്ങൾക്ക് ശേഷം സാവകാശം വരും. വത്തീനി വസ്സൈത്തൂൻ എന്ന സൂറത്തിൽ മനുഷ്യൻ അള്ളാഹു ഏറ്റവും ശ്രേഷ്ഠനായി സൃഷ്ടിച്ചു, നല്ല പ്രവൃത്തി കൊണ്ട് അവൻ അധമരിൽ അധമനായി മാറി. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന സൂറത്തിൽ അള്ളാഹു തആല വായിക്കാൻ പ്രേരിപ്പിക്കുകയാണ്. മനുഷ്യൻ അള്ളാഹു ഒട്ടിപ്പിടിക്കുന്ന രക്തക്കട്ടയിൽ നിന്ന് സൃഷ്ടിച്ചു, വായിക്കണം, നിൻ്റെ റബ്ബ് ഉദാരനാണ്. അപ്പം വായിക്കുന്ന 2 തവണ പറഞ്ഞു. വായിച്ചുകൊണ്ടേയിരിക്കണം എന്നർത്ഥം, പഠിച്ചുകൊണ്ടേയിരിക്കണം എന്നർത്ഥം. ശേഷം മനുഷ്യൻ നന്ദി കെട്ടുപോയതിനെക്കുറിച്ച് പറയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമസ്കരിക്കുവാൻ തടഞ്ഞതും മറ്റ് സംഭവങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അവരതിൽ നിന്ന് പിന്തിരിഞ്ഞില്ലെങ്കിൽ അവരുടെ കുടുമയിൽ പിടിച്ച്, അവരുടെ മുടിയുടെ ഈ മൂർധാവിൽ പിടിച്ച് അവരെ ശിക്ഷിക്കും എന്ന് അല്ലാഹു തആല പറയാണ്. ശേഷം സൂറത്തുൽ ഖദറാണ്. അല്ലാഹു തആല ഖദറിൻ്റെ രാത്രിയിൽ ഖുർആൻ അവതരിപ്പിച്ചു. അതെന്താണെന്നറിയാമോ? 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമായ രാത്രി. ലം യകുനില്ലദീന കഫറു എന്ന സൂറത്തിൽ അല്ലാഹു തആല പറയാണ്, വേദക്കാരിൽപ്പെട്ട അതുപോലെ തന്നെ മുശ്രിക്കുകളിൽപ്പെട്ടവർ വഴിതെറ്റിപ്പോയത് കൃത്യമായ പ്രമാണം വന്നതിന് ശേഷമാണ്. ഏകനായ അള്ളാഹുവിനെ ആരാധിക്കാനാണ് അവരോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ശേഷം ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ, ഖിയാമത്തിൻ്റെ സമയത്ത് ഭൂമിയെ പ്രകമ്പനം കൊള്ളിപ്പിക്കുകയും അതിൻ്റെ വസ്തുക്കളൊക്കെ അത് പുറത്തേക്കെറിയുകയും ഭൂമിയിൽ എന്തൊക്കെ നടന്നെന്നത് സാക്ഷ്യം വഹിക്കുകയും ചെയ്യും. ആർക്കാണോ അണുമണി തൂക്കം നന്മ ഉള്ളത് അവർക്ക് അതിൻ്റെ ഫലം കാണാം, അണുമണി തൂക്കം തിന്മയുള്ളവർക്ക് അതിൻ്റെ ഫലവും കാണാം. വല്ല ആദിയാത്ത് എന്ന സൂറത്തിൽ അള്ളാഹു മനുഷ്യൻ്റെ നന്ദികേടിനെ കുറിച്ച് പറയാണ്. യുദ്ധമുഖത്തുള്ള കുതിരകളെ കൊണ്ട് സത്യം ചെയ്യാണ്. യുദ്ധമുഖത്തേക്ക് എടുത്തു ചാടുന്ന, ജീവൻ അപകടത്തിലാക്കുന്ന, പൊടി പാറുന്ന സ്ഥലത്ത് യജമാനൻ്റെ കൂടെ ഉറച്ചു നിൽക്കുന്ന കുതിര, അതിനെ തന്നെ സത്യം. മനുഷ്യൻ എത്ര നന്ദി കെട്ടവനാണ്. കുറച്ച് പുല്ലും കുറച്ച് അന്നവും കൊടുത്തപ്പോഴേക്ക് യജമാനോട് ഇത്രയും കൂറ് കുതിര കാണിക്കുന്നുണ്ട്. എല്ലാ അനുഗ്രഹങ്ങളും കൊടുത്തിട്ടും ഇത്രയും തണ്ടുതടിയും കൊടുത്തിട്ടും ഇതിൻ്റെ പകുതി നന്ദി ആ കുതിരക്കുള്ള ബുദ്ധി പോലും ഈ മനുഷ്യൻ ഇല്ലാതെ പോയല്ലോ. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്, മനുഷ്യൻ അവൻ്റെ റബ്ബിനോട് വലിയ നന്ദി കെട്ടവനാണ്. സൂറത്തുൽ ഖാരിയ, അൽ ഖാരിയ എന്ന സൂറത്തിൽ ആരുടെ ത്രാസാണ് ഭാരമുള്ളത് അവർക്ക് സന്തോഷകരമായ ജീവിതമായിരിക്കും. ശേഷം അൽഹാക്കുമുത് തകാസുർ, സമ്പത്തിലും സന്താനങ്ങളിലൊക്കെയുള്ള പെരുപ്പം നിങ്ങളെ വിസ്മൃതിയിലാക്കി ഖബർ കാണുന്നത് വരെ, ഖബറിലെത്തുന്നത് വരെ. ശേഷം അല്ലാഹു തആല യഖീനിൻ്റെയൊക്കെ ദറജകൾ പറയാണ്. ഇൽമുൽ യഖീൻ, ഐനുൽ യഖീൻ, ചില കാര്യങ്ങൾ യഖീനോട് അറിയുന്നു, ചിലത് കണ്ണുകൊണ്ട് കണ്ടതുപോലെ അറിയുന്നു. അങ്ങനെയൊക്കെയുള്ള അവസ്ഥകളെക്കുറിച്ച് പറയണം. നിങ്ങളോട് എല്ലാ അനുഗ്രഹങ്ങളെക്കുറിച്ചും നിങ്ങളുടെ ചോദ്യമുണ്ടാകും. വൽ അസർ എന്ന സൂറത്തിൽ മനുഷ്യൻ്റെ രക്ഷാമാർഗത്തെക്കുറിച്ച് പറയാണ്. കാലത്ത് തന്നെ സത്യം, മനുഷ്യരെല്ലാവരും പരാജയത്തിലാണ്. ഈമാനും സൽക്കർമ്മങ്ങളും ഉള്ളവർ, സത്യത്തിന് വേണ്ടി വസിയത്ത് ചെയ്യുന്നവർ, ആ വഴിയിൽ ഉറച്ചു നിൽക്കുന്നവർ, ക്ഷമയോടെ ഉറച്ചു നിൽക്കുന്നവർ, ഈമാൻ ഇബാദത്ത്, ഈമാൻ അമലുകൾ, ദഅവത്തിൻ്റെ വഴിയിലുള്ള ക്ഷമ. വൈലുല്ലിക്കുല്ലി ഹുമസത്തിൽ ലുമസ എന്ന സൂറത്തിൽ കണ്ണുകൊണ്ട് ആംഗ്യത്തിലൂടെ, കുത്തുവാക്കുകളിലൂടെ ജനങ്ങളെ ആക്ഷേപിക്കുന്നവർ, അവർക്കാണ് എല്ലാ നാശവും എന്ന് പറയാണ്. ശേഷം സൂറത്തുൽ ഫീൽ, ആനക്കലഹം നടന്നൊരു വർഷം, അതായത് കാബ പൊളിക്കാമെന്നൊരു സംഘത്തിനെതിരെ അല്ലാഹു തആല അവിടെയുള്ള ജനങ്ങൾക്ക് വിജയം നൽകിയ സംഭവം, അല്ലാഹു തആല നശിപ്പിച്ചത്. ലഇലാഫി ഖുറൈശിൽ വേനൽക്കാലത്തും ശൈത്യകാലത്തും യാത്രകൾ എളുപ്പമാക്കിയതിൻ്റെ പേരിൽ ഈ ഭവനത്തിൻ്റെ റബ്ബിനെ അവർ ആരാധിച്ചു കൊള്ളട്ടെ. അപ്പോൾ നിർഭയത്വം വലിയൊരു കാര്യമാണ്, ഭക്ഷ്യസുരക്ഷ വലിയ സംഗതിയാണ്. അതൊക്കെ കിട്ടിയതിൻ്റെ പേരിൽ അള്ളാഹുവിനെ അവർ ആരാധിച്ചു കൊള്ളട്ടെ. ദീനിനെ കളവാക്കുന്നത് ആരാണെന്നറിയാമോ? യതീമിനെ ആട്ടിയകറ്റുന്നവനാണ്. നമസ്കാരത്തെക്കുറിച്ച് ശ്രദ്ധയില്ലാത്ത നമസ്കാരക്കാർക്കാണ് എല്ലാ നാശവും. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ
മക്കൾ ആൺകുട്ടികൾ ഒന്നിനു ശേഷം ഒന്നായി വഫാത്തായി പോയപ്പം നിഷേധികൾ പറഞ്ഞു, ഇത് മുഹമ്മദ് എന്ന് പറഞ്ഞാൽ പരമ്പരയൊന്നുമില്ലല്ലോ, മക്കളൊന്നും ജീവിച്ചിരിക്കുന്നില്ലല്ലോ, വാലറ്റ് പോയല്ലോ, അബ്തറാണെന്ന് പറഞ്ഞു. അള്ളാഹു തആല അറിയിക്കുകയാണ്, നബിയെ അങ്ങേക്ക് അള്ളാഹു ഹൗദുൽ കൗസർ തന്നിട്ടുണ്ട്. ഒരു മോൻ മരണപ്പെട്ടു പോയാൽ എന്താണ്, ലോകത്തെ ഏറ്റവും മനുഷ്യർ മുഴുവൻ ദാഹിച്ച് വലയുമ്പം വെള്ളത്തിൻ്റെ സ്വർഗീയ പാനീയത്തിൻ്റെ ശേഖരം താങ്കളുടെ കയ്യിലുള്ളത്. താങ്കളെ പരിഹസിക്കുന്നത് ആരാണോ അവനാണ് അബ്തർ, അവൻക്കാണ് വാലറ്റ് പോയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരമ്പര അള്ളാഹു ഖിയാമത്ത് നാൾ വരെ രേഖയോടെ നിലനിർത്തി. ഒരു മകൾ ജീവിച്ചു, ആ മകളുടെ മക്കളിലൂടെ തന്നെ അള്ളാഹുവിന് 10 മക്കൾ വേണമെന്നില്ല എല്ലാ സ്ഥലത്തേക്കും ആളുകൾ എത്തിക്കാൻ. ഒരൊറ്റ മകളിലൂടെ അള്ളാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരമ്പരയെ ലോകത്ത് കാത്തു സൂക്ഷിച്ചു. സൂറത്തുൽ കാഫിറൂനിൽ പറയാണ്, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുന്നില്ല, ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങളും ആരാധിക്കുന്നില്ല. ഇനി ഇപ്പോഴും ഇല്ല, പിന്നെ ആരാധിക്കാൻ പോകുന്നുമില്ല. അതുകൊണ്ടാണ് ലാ അബ്ദുന്ന് 2 പ്രാവശ്യം അടുത്തതും കൂടെ ആയിട്ട് പറയുന്നത്. ഒന്നാമത്തെ തവണ പറഞ്ഞു ലാ അബ്ദ് ഞാൻ ആരാധിക്കുന്നില്ല, വലാ അന ആബിദുൻ ആരാധിക്കാൻ പോകുന്നുമില്ല. ആ ഭാഗമേ വേണ്ട, രണ്ടും 2 ദീനാണ്. അങ്ങനെ മുമ്പോട്ട് പോയാൽ മതി. കൂട്ടിക്കുഴക്കരുത് മതങ്ങളെ. അള്ളാഹുവിൻ്റെ സഹായവും വിജയം വന്നാൽ ജനങ്ങൾ കൂട്ടത്തോടെ ദീനിലേക്ക് വരുന്നത് കണ്ടാൽ സൂറത്ത് നസ്റിൽ അള്ളാഹു പറയാണ്, നബി അങ്ങ് തസ്ബീഹ് ചെയ്യണം, ഇസ്തിഗ്ഫാർ ചെയ്യണം. അതല്ലാതെ ജാഥ വിളിച്ച് റാലി പോയി സന്തോഷം അതിരുവിട്ട സന്തോഷങ്ങളെല്ലാം നടത്തേണ്ടത്, മറിച്ച് വിജയം കിട്ടുമ്പോൾ വിനയം കാണിക്കുകയാണ് ചെയ്യേണ്ടത്. ഈ തബ്ബത് യദാ അബി ലഹബ് എന്നുള്ള സൂറത്ത് നബിതങ്ങൾ ദഅവത്ത് ചെയ്തപ്പം അബൂ ലഹബ് കഠിനമായ രീതിയിൽ വിമർശിച്ചു. ഇതിനാണോ മുഹമ്മദ് ഇവിടെ കൂട്ടിയതെന്ന് ചോദിച്ചു. കേട്ട് ഇഷ്ടപ്പെടുകയെങ്കിൽ പോയാൽ മതിയായിരുന്നല്ലോ. ആക്ഷേപിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കളെ, തൻ്റെ മക്കളെ കൊണ്ട് വിവാഹമോചനം നടത്തിച്ചു, എല്ലാ രീതിയിലും പ്രയാസപ്പെടുത്തി. അവൻ്റെ ഭാര്യയും, അതുകൊണ്ട് അവൻ്റെ 2 കരങ്ങളും നശിച്ചിരിക്കുന്നു. സയസ്ല അന്നാറൻ ദാത ലഹബ് വംറഅതുഹു, ഈ ഫിത്നക്കാരിയായ അവൻ്റെ ഭാര്യയും അപകടത്തിലാണ്. ശേഷം ഖുർആൻ്റെ 3-1 സ്ഥാനത്തുള്ള സൂറത്തുൽ ഇഖ്ലാസ്, ഏകൻ, ലോകത്ത് ഒരാളും ഏകനല്ല, രണ്ടാമതില്ലാത്ത, ഒരാളെ ആവശ്യമില്ലാത്ത, ആർക്കും ജനിക്കാത്ത, ആരെയും ജനിപ്പിക്കാത്ത ഏകൻ എന്ന വിശേഷണം അള്ളാഹുവിനെ മാത്രമേ ഉള്ളൂ. അഹദ്, എല്ലാവരും അവനെ ആശ്രയിക്കുന്നു, അവൻ ആരെയും ആശ്രയിക്കുന്നില്ല, അവൻ സമതുമാണ്. ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഇങ്ങനെ ലോകത്തൊരാളെ പറ്റിയും പറയാൻ കഴിയില്ല. ഈസാ നബി മറിയം റളിയല്ലാഹു ജനിച്ചതാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപ്പാക്കും ഉമ്മാക്കും ജനിച്ചതാണ്. തങ്ങൾക്ക് മക്കളുണ്ട്. ആർക്കും ജനിച്ചതുമല്ല, അവർക്ക് മക്കളുമില്ല. ഏകനാണ്, രണ്ടാമനില്ല, പങ്കുകാരില്ല, ഇണയില്ല, തുണയില്ല, ഒന്നുമില്ല. അങ്ങനെ പറയാൻ ലോകത്തൊരു ശക്തിയില്ല അള്ളാഹു അല്ലാതെ. ശേഷം സൂറത്തുൽ ഫലക്കും നാസും വലിയ കാവലിന് വേണ്ടി ഓതുന്ന ദിക്ർ ദുആൻ്റെ അർത്ഥത്തിൽ, ഈ മന്ത്രിച്ചോതുന്നതിൻ്റെ അർത്ഥത്തിലൊക്കെ ഓതാവുന്ന സൂറത്താണ് ഫലക്കും നാസും. കാവൽ തേടാണ് എല്ലാ തരം ഉപദ്രവങ്ങളിൽ നിന്നും, കെട്ടുകളിൽ ഊതുന്നവരിൽ നിന്നും, അത് സിഹർ, ഈ മന്ത്രവാദികൾ, മരണക്കാരിൽ നിന്നൊക്കെ കാവൽ തേടുന്ന സൂറത്താണ്. പിന്നെ അവസാനമായിട്ട് സൂറത്തുൻ നാസിൽ പറയുന്ന സംഗതി കുൽ അഊദു, അള്ളാഹുവിനോട് കാവൽ ചോദിക്കുകയാണ് ഹൃദയങ്ങളിൽ ദുർബോധനം നടത്തി പിൻവാങ്ങിക്കളയുന്ന പിശാചിൽ നിന്നും. മിൻ ഷർരിൽ വസ്വാസിൽ ഖന്നാസ്, മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ദുർബോധനം നടത്തി പിന്മാറിക്കളയുന്ന പിശാചിൽ നിന്നും കാവൽ തേടുന്നു എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് പറയുകയാണ് മിനൽ ജിന്നതി വന്നാസ്. ഈ പിശാച് എന്ന് പറയുന്ന സംഭവം, അല്ലെങ്കിൽ ദുർബോധനം നടത്തുന്ന ഈ വർഗം ഭൂതവർഗത്തിലുമുണ്ട്, മനുഷ്യവർഗത്തിലുമുണ്ട്. ഇത് വരുന്നൊക്കെ അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ 30 ജുസു, അതിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ഓരോ ചില ഭാഗങ്ങൾ ഇവിടെ പൂർത്തിയായി. നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക. ശുക്രൻ, ജസാക്കുമുല്ലാഹ് ഖൈറൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.